വിശുദ്ധ വേദപുസ്തകത്തിലെ അപ്പോസ്തോലനും കൊട്ടാരക്കരയിലെ വെറും അപ്പോസ്തോലിയനും. വചനക്കൊള്ളക്കിറങ്ങിയ കൊട്ടാരക്കരയിലെ അപ്പോസ്തോലിയനും സഹതൈവട്ടെ കുഞ്ഞുങ്ങളും വട്ടം കൂടിയിരുന്ന് ന്യായീകരണം നടത്തി സ്വയം വെളുപ്പിക്കൽ യജ്ഞം നടത്തുന്നത് കണ്ട് വിശുദ്ധ വേദപുസ്തകം നന്നായി വായിക്കുന്ന റോണി എന്ന ITV ന്യൂസിൻ്റെ ഒരു പ്രേക്ഷകൻ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കുന്നത് കേൾക്കുക. ടിനു അബദ്ധത്തിൽ പറഞ്ഞത് പലതും ന്യായീകരിക്കുവാൻ ശ്രമിച്ചെങ്കിലും ഞാൻ പറഞ്ഞാൽ വിസ വരും, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറും, ഞാൻ അപ്പോസ്തോലനാണെന്ന് പറഞ്ഞത് മാത്രം എന്തുകൊണ്ടോ ന്യായീകരിക്കുവാൻ ശ്രമിച്ചില്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ അപ്പോസ്തോലന്മാരുടെ വില കളയുവാൻ ഇറങ്ങിയിരിക്കുന്ന, സ്തോത്രകാഴ്ചയും ദശാംശവും പിടുങ്ങുവാൻ ഇറങ്ങിയിരിക്കുന്ന ഈ അപ്പോസ്തോലിയൻ വെറും കള്ളനാണ് എന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയാണ് ശ്രീ റോണി. കഴിഞ്ഞ ദിവസം ITV ന്യൂസ് പുറത്തുവിട്ട അപ്പോസ്തോലൻ ടിനു ജോർജിൻ്റെ എക്സ്പ്ലനേഷനെ സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ കാണുവാനിടയായി. ടിനു ജോർജ് നടത്തിയ ഈ എക്സ്പ്ലനേഷന് അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്ന് പൂർണ്ണരൂപം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ITV ന്യൂസ് പബ്ലിഷ് ചെയ്ത ഈ വീഡിയോ കാണുവാനും ഇടയായത്. അതിനകത്ത് തീർച്ചയായിട്ടും ടിനു ജോർജ് വചനത്തെ വളച്ചൊടിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം കൂടി എടുത്ത് സംസാരിക്കേണ്ടതായിട്ട് നമുക്കുണ്ട്. അത് ഇദ്ദേഹത്തിന് ഈ അപ്പോസ്തോലൻ എന്ന് പറഞ്ഞ പദവി എങ്ങനെ ലഭിച്ചു എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ കുറച്ച് ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ ഇടവും വലവും ഇരിക്കുന്നത് കണ്ടു. അതിലെനിക്ക് വിചിത്രമായിട്ട് തോന്നിയത്, ഇവന്മാർക്ക് ഈ കൂലിയായിട്ട് കൊടുക്കുന്ന ദിവസക്കൂലിയാണോ അതോ മാസശമ്പളമാണോ അതോ ഇനി പൊറോട്ടയും മുട്ടയുമാണോ എന്നുള്ളതാണ്. എന്തുവായാലും മേടിക്കുന്ന കൂലിക്ക് പണിയെടുക്കുന്നുണ്ട്. കാരണം ഇരുന്ന് ബൈബിള് റെഫറൻസൊക്കെ നിരത്തി അങ്ങ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ചിലതിൻ്റെ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പഴം തൊലി ഉരിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ കൂട്ടാണ്. മൂക്കിൻ്റെ താഴത്തെ രോമമൊക്കെ വടിച്ച് കളഞ്ഞ് പൂനിലാവ് പോലെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇവന്മാരുടെ ലുക്കും വേഷവിധാനവും ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവന്മാരും സ്വയം പ്രഖ്യാപിത പാസ്റ്റർമാരാണ് എന്നുള്ളതാണ്. ഈ പെന്തക്കോസ്ത് തലത്തിൽ നിൽക്കുന്ന പാസ്റ്റർമാർ ഈ മൂക്കിൻ്റെ താഴത്തെ രോമം, ഈ മീശയൊക്കെ ഈ വടിച്ച് കളയുന്നത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഈ കുറച്ച് കാലം ഞാനിതിൽ പ്രവർത്തിച്ച ഒരാളാണ്. അപ്പം ഞാൻ ഈ മീശ വെച്ച് ഇവരുടെ ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ ഇവരെന്നെ ഒരു വിചിത്ര ജീവിയെ കാണുന്നതിൻ്റെ കൂട്ട് എന്നെ നോക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതിലൊരു പാസ്റ്ററിനോട് ചോദിച്ചു, പാസ്റ്റർ എന്തിനാണ് ഈ മൂക്കിൻ്റെ താഴത്തെ ഈ രോമം വടിച്ച് കളയുന്നത്, ഈ താടി ഒക്കെ ഉണ്ടെങ്കിൽ അതിലും വടിച്ച് കളഞ്ഞ് എപ്പോഴും ക്ലീൻ ഷേവായിട്ട് നടക്കുന്നത്, അത് ഇനി ബൈബിൾ അങ്ങനത്തെ വല്ല റെഫറൻസ് വല്ലതും ഉണ്ടോ, ഇത് ബൈബിളിൻ്റെ ഉപദേശമാണോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അന്നേരം അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഒരു മറുപടി തന്നായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഒരാൾ പുതിയൊരു സൃഷ്ടിയായി രൂപാന്തരപ്പെടുന്നതിൻ്റെ ഒരു പ്രതീകമാണത്. അതായത് കർത്താവിലാകുന്നവർ പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ അവർക്കൊരു പുതിയ രൂപാന്തരം വന്നതിൻ്റെ അടയാളമാണ് ഞങ്ങളിലിങ്ങനെ കാണുന്നത്. ആ രൂപാന്തരത്തിൻ്റെ പ്രതീകം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം പറയാൻ എനിക്ക് ചിരി വന്നു. ഇവന്മാർ ഈ മൂക്കിൻ്റെ താഴത്തെ രോമം വടിച്ച് കളഞ്ഞ് പുറമേ ഉള്ള ഈ മാറ്റം, അതായത് കയ്യിലിരിപ്പിന് യാതൊരു മാറ്റവുമില്ല. വിശുദ്ധ കുതികാൽവേട്ട്, കുന്നായ്മ, കുശുമ്പ് നമുക്ക് എല്ലായിടത്തും കാണാവുന്ന, എല്ലാ സഭകളിലും കാണാവുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത്. അതിനൊന്നും യാതൊരു മാറ്റവുമില്ല. ഈ മൂക്കിൻ്റെ താഴത്തെ രോമത്തിന് മാത്രം മാറ്റം വന്നാൽ മതി ഇവർ പറയുന്ന പുതിയ രൂപാന്തരത്തിൻ്റെ അവസ്ഥ. സത്യം പറയാൻ ഞാൻ മീശയെക്കുറിച്ചല്ല അല്ലെങ്കിൽ താടി വടിക്കുന്നതിനെക്കുറിച്ചല്ല പറയാൻ വന്നത്. ഞാൻ പറയാൻ വന്നത് ഈ അപ്പോസ്തോലൻ എന്ന പദവി ഈ ടിനു ജോർജ് എങ്ങനെ കിട്ടി, ഇതാര് കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ചാണ്. ഈ കൂടെ ഇരിക്കുന്ന വാനരന്മാർ പറയുന്നുണ്ട്, ബൈബിളിൻ്റെ റെഫറൻസ് നിരത്തി ഞങ്ങൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ ടിനു ജോർജിനെ അപ്പോസ്തോല പദവി കൊടുത്തിരിക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ ടിനു ജോർജ് പറയുന്നുണ്ട്, എന്നെ ആരും അപ്പോസ്തലൻ എന്ന് വിളിക്കണ്ട. കാരണം ഈ അപ്പോസ്തലൻ എന്ന് വിളിക്കണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ ITV ന്യൂസ് ഈ അപ്പോസ്തോലിയൻ എന്ന് വിളിച്ചത് ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരുടെയും മനസ്സിലിരിക്കുന്ന ഈ അപ്പോസ്തോലിന് പകരം അപ്പോസ്തോലിയൻ എന്നാണ്. അപ്പോൾ അഥവാ ഇനി ആൾക്കാർ തെറ്റി അങ്ങനെ എങ്ങാനും പ്രാർത്ഥിക്കുകയോ വിളിക്കുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു നാണം കേടല്ലേ. അത് എന്നെ അപ്പോസ്തോലൻ എന്ന് വിളിക്കണ്ട, വെറും ടിനു ജോർജ് എന്ന് വിളിച്ചാലും മതി എന്ന് പുള്ളി അദ്ദേഹത്തിൻ്റെ ഈ ലൈവ് എക്സ്പ്ലനേഷനിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ITV ന്യൂസിൻ്റെ ചാനലിൽ പലരും വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടായിരുന്നു. അപ്പോസ്തോലിയൻ എന്ന് പറഞ്ഞ വാക്ക് വളരെ മോശമല്ലേ, അത് ഉപയോഗിക്കരുത്, ബൈബിൾ അടിസ്ഥാനത്തിൽ അപ്പോസ്തോലന്മാരേ ഉള്ളൂ, അവരെയാണ് നിയമിച്ചേക്കുന്നത്, അപ്പോസ്തോലിയൻ എന്ന് പറഞ്ഞൊരു വാക്കില്ല എന്നിങ്ങനെ സംസാരിക്കുന്നത് പലരും വിളിച്ച് സംസാരിക്കുന്നത് കേട്ടായിരുന്നു. എന്നാൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തോലിയന്മാർ ഉണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചോദ്യം. ഇപ്പോൾ അപ്പോസ്തോലിയന്മാരും അപ്പോസ്തോലന്മാരും ഉണ്ടോ, രണ്ട് ഗ്രൂപ്പുകാരുണ്ടോ എന്നുള്ളതാണ്.
അപ്പോസ്തോലിയൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ബൈബിള് അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ യേശു നിയമിച്ച യേശുവിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തോലന്മാർ, അത് യൂദായെ പിന്നെ റീപ്ലേസ് ചെയ്ത് മത്തിയാസ് വന്നു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ കാണുന്നത് പൗലോസ്, ബർണബാസ്, യേശുവിൻ്റെ സഹോദരനായ ജെയിംസ്, ഇങ്ങനെ കുറച്ച് പേരൂടെ അപ്പോസ്തലന്മാരായിട്ട് വിശുദ്ധ ബൈബിളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഈ ടിനു ജോർജ് എന്ന് പറഞ്ഞ ഈ അപ്പോസ്തോലൻ എന്ന് സ്വയം പ്രഖ്യാപിത അപ്പോസ്തോലൻ എന്ന് പറയുന്ന ഈ അപ്പോസ്തോലൻ അവിടെ നിന്ന് പറയുന്നത് പൗലോസിന് ഉണ്ടായി, അല്ലെങ്കിൽ പൗലോസിനെ വിളിച്ച അതേ വിളി തന്നെയാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. കാരണം പൗലോസിനുണ്ടായി, അത് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വെച്ചിട്ടാണ് പുള്ളി അത് സമർത്ഥിക്കുന്നത്. അല്ലാതെ ഒരു ദിവസം രാവിലെ എണ്ണീറ്റ് വന്നപ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഇനിയും വെറും ടിനു ജോർജ് എന്നല്ല, അപ്പോസ്തോലനോട് ആക്കി അങ്ങ് മാറ്റിയേക്കാം എന്ന് പറഞ്ഞ് ഈ പൊറോട്ട മുട്ടയും തിന്നുന്ന യുവന്മാരെ കൊണ്ട് ഇനിയും തൊട്ട് നാളെ തൊട്ട് എന്നെ അപ്പോസ്തോലോ അല്ലെങ്കിൽ അപ്പോസ്തോലൻ ടിനു ജോർജ് എന്നൊക്കെ പരസ്യം കൊടുക്കണം എന്ന് പറഞ്ഞ് ആയതല്ല. പൗലോസിനെ വിളിച്ച അതേ വിളി തന്നെയാണ് ഇദ്ദേഹത്തിന് ലഭിച്ച വിളി എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടവും ബലവും ഇരിക്കുന്ന സ്വയം പ്രഖ്യാപിത പാസ്റ്റേഴ്സ് ആയിരിക്കും അവർ കുറേ റെഫറൻസ് ബൈബിളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പുള്ളിയെ എന്തുകൊണ്ടാണ് അപ്പോസ്തോലൻ എന്ന് ഞങ്ങൾ വിളിക്കുന്നതെന്നൊക്കെ അവിടെ സമർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുത്തം പറയുന്നത് അദ്ദേഹം ഒരുപാട് വീര്യപ്രവൃത്തികൾ ചെയ്തു, അതുപോലെ തന്നെ ചർച്ച് സ്ഥാപിച്ചു, മാത്രമല്ല അദ്ദേഹത്തിന് 5 ശുശ്രൂഷയുണ്ട്, പിന്നെ അദ്ദേഹം കഷ്ടത അനുഭവിച്ചു. ഈ കഷ്ടത അനുഭവിച്ചു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദം, തൻ്റെ മുറിയിൽ വന്ന ദൈവത്തിൻ്റെ ശബ്ദം ഫോണിൽ റെക്കോർഡ് ചെയ്ത് അത് എയറിൽ കയറി നാട്ടുകാർ തന്തയ്ക്ക് വിളി തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ നാട്ടുകാർ പഞ്ഞിക്കിടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ഉണ്ടായ കഷ്ടതയാണ് ഇവർ അപ്പോസ്തോലൻ ആകാനല്ല, അല്ലെങ്കിൽ അപ്പോസ്തോലനെ തീർത്തും വിളിക്കേണ്ട ആളാണ്, ഇത്രയും ഈ രീതിയിലുള്ള കഷ്ടതകൾ പുള്ളി അനുഭവിച്ചു എന്നുള്ളതാണ് ആ കൂടെ ഇരുന്ന ഒരു പൂനിലാവ് ഈ സ്വയം പ്രഖ്യാപിത പാസ്റ്റർ അവിടെ നിന്ന് പറയുന്നത്. എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, മിസ്റ്റർ അപ്പോസ്തോലിയൻ ടിനു ജോർജ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പൗലോസിനെ വിളിച്ച അതേ വിളിയാണെങ്കിൽ, അല്ലെങ്കിൽ പൗലോസിനെ അപ്പോസ്തലനാക്കിയ അതേ വിളിയാണ് എങ്കിൽ, അപ്പോസ്തോലിയ ടിനു ജോർജെ, നിങ്ങൾ അവിടെ വായിക്കാതെ പോയ കുറേ കാര്യങ്ങളുണ്ട്. ഒരു അപ്പോസ്തോലൻ എങ്ങനെയായിരിക്കണമെന്ന്, പൗലോസ് അപ്പോസ്തോലൻ എങ്ങനെയാണ് പ്രവർത്തിച്ചെന്ന് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ട് തൻ്റെ കൂടെ ഇരുന്ന ആ വാനരന്മാർ അത് അവിടെ ഒരിടത്ത് പോലും പറഞ്ഞില്ല? ഒരു അപ്പോസ്തോലൻ്റെ ശുശ്രൂഷ എങ്ങനെയായിരിക്കണം, പൗലോസ് അപ്പോസ്തോലൻ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് അത് പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കും. നാളെ നിൻ്റെയൊക്കെ സഭയിലോട്ട് വന്ന് നിൻ്റെയൊക്കെ ഈ പാത്രത്തിലോട്ട് തള്ളാൻ വരത്തില്ല, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി പൈസ ഇടത്തില്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ആ റെഫറൻസുകൾ ഒന്നും അവിടെ വായിക്കാതെ പൗലോസിൻ്റെ വിളിയാണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് താൻ ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ ആ വാനര സംഘത്തോട് പറയണം ഈ റെഫറൻസ് കൂടി ഒന്ന് വായിക്കാൻ. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അവിടെ അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസ് പറയുന്നു, നിങ്ങൾക്കാർക്കും ഒരു ഭാരമായി തീരരുത് എന്ന് വെച്ച് രാവും പകലും ഞാൻ ജോലി ചെയ്ത് നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചു. ഇവിടെയാണ് അപ്പോസ്തോലനായ പൗലോസും അപ്പോസ്തോലിയനായ ടിനു ജോർജും തമ്മിലുള്ള വ്യത്യാസം. പൗലോസ് ആർക്കും ഞാൻ ഒരു ഭാരമായി തീരരുത്, എന്നെയും കൊണ്ട് ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, നിങ്ങളുടെ പൈസയും കൊണ്ട് പോയെന്ന് പറയരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ നോക്കി സുവിശേഷം നടത്തിയെന്ന് പറയരുത്. അതുകൊണ്ട് പൗലോസ് കൂടാരപ്പണിയെടുത്തു, രാവിലെയും വൈകിട്ടും അദ്ദേഹം ജോലി ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് കിട്ട വരുമാനം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ച് നടന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥ അപ്പോസ്തോലനും സ്വയം പ്രഖ്യാപിത അപ്പോസ്തോലിയനും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ഈ റെഫറൻസ് അവന്മാർ അവിടെ വായിച്ചില്ല. എന്നിട്ട് ഈ അപ്പോസ്തോലിയൻ പ്രഖ്യാപിക്കുന്ന പൗലോസിൻ്റെ അതേ വിളിയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. തീർന്നിട്ടില്ല, നമുക്കൊന്നുകൂടെ നോക്കാം. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഈ സമയമുള്ളവരൊക്കെ എടുത്ത് വായിക്കണം. അല്ലെങ്കിൽ ഈ വാനരന്മാരോട് പറയണം അവന്മാർ അത് ജനങ്ങൾക്ക് വേണ്ടി വായിച്ചു കൊടുക്കാൻ. അതിൻ്റെ 10-ാമത്തെ വാക്യം പ്രത്യേകിച്ച് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്,
വേലയെടുക്കാതെ, അത് ജോലി ചെയ്യാതെ തിന്നാൻ നടക്കരുത്. കാരണം ഇതുപോലെയുള്ള അപ്പോസ്തലന്മാർ അവിടെ അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പണിയില്ലാതെ ഈ അന്നത്തെ സാദിമ സഭകളെക്കുറിച്ച് അറിയാം. അവർ എന്തു പറയുക, ഉള്ളതെല്ലാം വിറ്റ് പൊതുവായിട്ട് എണ്ണി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ജീവിക്കുന്നവരാണ്. വളരെ ഔദാര്യമായിട്ട് എല്ലാവരും, അതായത് ഒരു സഭയിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു കണ്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരായിരുന്നു. അപ്പോൾ ഇത് മുതലാക്കി നടന്ന അപ്പോസ്തലന്മാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ചില അപ്പോസ്തലന്മാരെ കുറിച്ചാണ് അവിടെ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ചില പാസ്റ്റേഴ്സിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ ചുമ്മാത് കിട്ടുമെന്ന് കണ്ടിട്ട് അത് മുതലാക്കി നടക്കരുത്, ജോലി ചെയ്യണം, എന്നിട്ട് ജോലി ചെയ്തിട്ടേ തിന്നാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ റെഫറൻസൂടെ അവിടെ അപ്പോസ്തലിയ ടിനു ജോർജ് അവിടെ വായിക്കാൻ പറയണം. അപ്പോൾ ഇങ്ങനെയുള്ള അപ്പോസ്തലിയന്മാരെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള കള്ള അപ്പോസ്തലന്മാരെ കുറിച്ച് കൃത്യമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 15 വരെ. അതിലെ 13-ാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നു, ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, അവർ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. ഈ സമയം കിട്ടുമ്പോൾ ഇവൻ്റെ പുറകെ അപ്പോസ്തലോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നടക്കുന്ന മൊണ്ണകൾ ഇതെടുത്തൊന്ന് വായിച്ച് നോക്കണം. ഇങ്ങനെ ഉള്ളവന്മാരെ കള്ള അപ്പോസ്തലന്മാർ എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അവനെയാണ് നമ്മൾ പ്രത്യേകിച്ച് തിരിച്ചറിയാൻ അപ്പോസ്തലിയൻ എന്ന് വിളിക്കുന്നത്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഇടവും ബലം ഇരിക്കുന്ന ഒരു വാനരന്മാർ ഈ റെഫറൻസ് ഒന്നും അവിടെ വായിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് കേൾക്കുന്നവൻ്റെ കൂടെ നടക്കുന്ന ചില മുണ്ണവിശ്വാസികൾ ഇപ്പോൾ ചോദിക്കും, ഇതൊക്കെ ഉള്ളോ എന്നുള്ളത്. അല്ല, അവരോട് എനിക്ക് പറയാനുള്ളത് വളരെ പ്രധാനമായിട്ടൊരു കാര്യം, ഇത് മാത്രമല്ല, നിങ്ങളൊന്നും വായിച്ചില്ലെങ്കിലും ഈ ഒരു വാക്യം വായിക്കണം. അതായത് വെളിപാട് പുസ്തകം 2-ാം അധ്യായൻ്റെ 2-ാമത്തെ വാക്യം. ഇവൻ്റെ പുറകെ നടക്കുന്ന എല്ലാ മുണ്ണവിശ്വാസികളും ഇതൊന്ന് വായിക്കണം. മാത്രമല്ല, അവന് ഒരു ശകലം ധൈര്യം ഉണ്ടായിരുന്നു എങ്കിൽ അവൻ ആ ധൈര്യം അവിടെ കാണിക്കേണ്ടതായിരുന്നു. ഈ വാക്യം കൂടെ തുറന്നെടുത്ത് വെച്ച് വായിക്കേണ്ടതായിരുന്നു. അവിടെ ഈ 2-ാം അധ്യായം, വെളിപാട് പുസ്തകം 2-ാം അധ്യായൻ്റെ 2-ാമത്തെ വാക്യം പറയുന്നത്, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടെത്തും. കേട്ടല്ലോ, എന്തുവാണ് അവിടെ പറയുന്നത്? അപ്പോസ്തലന്മാരല്ല, പക്ഷേ സ്വയം പ്രഖ്യാപിതമായി ഞങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവന്മാരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടെത്തും. അപ്പോൾ ഇങ്ങനെ കള്ളന്മാരായിട്ടുള്ള ഒരു കൂട്ടം അപ്പോസ്തലന്മാരും ഉണ്ട് എന്നുള്ളതിപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഈ കള്ളന്മാരെ നമ്മൾ പ്രത്യേകിച്ച് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അപ്പോസ്തലൻ എന്നുള്ള പദം സ്വീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഇങ്ങനെയുള്ള കള്ള വേഷധാരികളുണ്ട്. അപ്പന്മാർ സ്വയം പ്രഖ്യാപിതം ഞങ്ങൾ അപ്പോസ്തലന്മാരാണ് എന്ന് പറഞ്ഞു വരും. അവന്മാരെ കള്ളന്മാരെന്ന് കണ്ടെത്തും. ഇന്ന് ദൈവനാമം ഇത്രയധികം ദുഷിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഇതിൽ നിന്ന് കോടികൾ കൊള്ള ചെയ്യുന്നത് കൊണ്ടാണ്. ഈ ദൈവത്തിൻ്റെ പേരിൽ കോടികൾ കൊള്ള ചെയ്ത് മക്കൾക്കും വരുന്ന തലമുറകൾക്കൊക്കെയും സമ്പാദിച്ച് വലിയ കെട്ടിടങ്ങളും വലിയ വീടുകളും ഒക്കെ സമ്പാദിച്ച് രാജാക്കന്മാരെ പോലെ ഇതിൽ നിന്ന് ജീവിക്കുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം ഇവിടെ ദൈവത്തിനെയും മനുഷ്യനെ ഒരുപോലെ കൊള്ളയടിക്കുകയാണ് ഇവന്മാർ. അതായത് പെരുങ്കള്ളന്മാർ, യാതൊരു സംശയവുമില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇവന്മാരുടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ പിന്നെ ഇവന്മാരുടെ മക്കളാണ് ഇത് ഏറ്റെടുക്കുന്നത്. കാരണം ഇതൊരു വലിയ വ്യവസായമാണ്. നമ്മൾ ഈ ബിസിനസ് സ്ഥാപനങ്ങൾ മക്കളെ ഏൽപ്പിക്കുന്നതിനോട് ഈ ബിസിനസ് സ്ഥാപനം പിന്നെ ഇവരുടെ മക്കളാണ്. എനിക്ക് തോന്നി അടുത്തിടയ്ക്ക് വന്ന ഒരാളാണ് ഈ തങ്കുവിൻ്റെ ഒരു മകൻ, എന്താ റോണക്കോ എന്ന് പറഞ്ഞ നിക്കറൊക്കെ തയ്പ്പിച്ച് വരുത്താൻ ഇറങ്ങിയായിരുന്നല്ലോ എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് ഇവൻ്റെയൊക്കെ മക്കളാണ് ഇത് ഇനി നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതൊരു വലിയ വ്യവസായമാണ്. അല്ലാതെ ഇത് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല. വലിയ കൊള്ളകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടിനുവിനോടും താരുവിനോടും താങ്കുവിനോടും ഒക്കെ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും കോടികൾ സമ്പാദിച്ചു, നിങ്ങൾക്ക് ഇത്രയും കോടികളുണ്ട്, നിങ്ങളെടുത്തു. പക്ഷേ ഇനിയെങ്കിലും ഈ ജനങ്ങളെ പിരിയാതെ കൊള്ളയടിക്കാതെ ഇനിയും വരുന്ന ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ ഞങ്ങൾ ഇനിയും പൈസ പിരിക്കുന്നില്ല. ഞങ്ങൾക്ക് ദൈവമാണ് മുഖ്യം, ദൈവവേലയാണ്. അത് ഈ പറയുന്ന ഇപ്പോൾ പാസ്റ്റർമാർക്കൊന്നും അല്ല, ഇത് ഈ പാതിരികളോടും കൂടെ തന്നെയാണ് ഈ പറയുന്നത്. ഈ പിഴിച്ചിൽ മറ്റുള്ള സഭക്കാരും ഉണ്ടല്ലോ, ഈ പിഴിച്ചിൽ അങ്ങ് നിർത്തുകയാണ്. ഞങ്ങൾക്ക് ദൈവരാജ്യമാണ്, അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇനിയും പണിയെടുത്ത് വല്ല അധ്വാനിച്ചിട്ട് ആ പൈസയും കൊണ്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ വേലയാണ് ഞങ്ങളുടെ മുഖ്യമെങ്കിൽ അത് ഞങ്ങൾ നടത്തിക്കോളാം. ഇനി ജനങ്ങളുടെ കാശ് ഞങ്ങൾക്ക് വേണ്ട, ഇനി ജനങ്ങളുടെ കാശിലല്ല ഞങ്ങൾ കഴിയുന്നത്, ഞങ്ങളുടെ തലമുറകൾ ഇനി ജനങ്ങളുടെ ഇന്ന് പിഴിഞ്ഞിനിയും ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞ് മാന്യമായിട്ട് മുന്നോട്ട് വന്ന് പറയാൻ ധൈര്യമുണ്ട്. ഇനി ജനങ്ങളുടെ നിന്നുള്ള ഒരു പിരിവും നടത്തുന്നില്ല, ദൈവത്തിൻ്റെ പൈസയും കൊണ്ട് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി ദൈവസുവിശേഷ വേല അല്ലെങ്കിൽ ദൈവിക വേല ചെയ്യുന്നത്
ഞങ്ങളുടെ കാശും കൊണ്ടാണ്, ഇനി നിങ്ങളുടെ നിന്ന് പിരിക്കുന്നില്ല എന്ന് ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് പറയാൻ കഴിവുള്ള ഒരു പ്രവാചകനോ ഒരു ഉപദേശിയോ ഇവന്മാരുടെ കൂട്ടത്തിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വന്ന് പറയുമോ? ഇത് പൈസയല്ലേ ഇതിനകത്തെല്ലാം പൊക്കി ഒറ്റ ഒരുത്തൻ വന്ന് പറയും, വെല്ലുവിളിക്കുകയാണ്. ഒറ്റ ഒരുത്തൻ വന്ന് പറയുമോ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ പിരിവ് വേണ്ട, ഞങ്ങളങ്ങ് നിർത്തുകയാണ്? ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ദൈവമല്ല പണമാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇവന്മാരിത് നിർത്തും. കാരണം പൗലോസ് അപ്പോസ്തോലനാണ്. പൗലോസ് അപ്പോസ്തോലൻ സ്വയമായിട്ട് അധ്വാനിച്ച് ആ പൈസയും കൊണ്ടാണ് സുവിശേഷ പ്രവർത്തനം ചെയ്തു എന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവന്മാർക്ക് പണമാണ് വേണ്ടത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇവന്മാരുടെ പുറകെ പോകുന്ന മൊണ്ണകൾ കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കി, ഇത് അപ്പോസ്തോലനല്ല, അത് അപ്പോസ്തോലിയനാണ് എന്നുള്ളത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. പ്രിയ പ്രേക്ഷകരെ, ഇനി നിങ്ങൾ തീരുമാനിക്കുക, ഇവൻ അപ്പോസ്തോലനോ അതോ i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.